കുമളിയിൽ 5 വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി. കേസിൽ ഒന്നാം പ്രതിയും ഷെഫീഖിന്റെ പിതാവുമായ ഷെരീഫിന് 7 വർഷം തടവും രണ്ടാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവുമാണ് വിധിച്ചത്. സംഭവം നടന്ന 11 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. ഒന്നാം പ്രതി ഷെരീഫ് 7 വർഷം തടവിന് പുറമെ 50,000 രൂപ പിഴയും ഒടുക്കണം. രണ്ടാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവാണ് ശിക്ഷ. അച്ഛനും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇടുക്കി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു കേസ്. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ വിധിച്ചതെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PS രാജേഷ് പറഞ്ഞു. ആദ്യ പ്രതികരണം ഷെഫീഖിന് കഴിഞ്ഞ ഏകദേശം 2013 തുടങ്ങിയ കേസ് 11 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശുഭപ്രതീക്ഷയോടുകൂടി ഒരു ശുഭാന്തി ഉണ്ടായിട്ടുണ്ട്. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും ഒന്നാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും, അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും, JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും, രണ്ടാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും, 324 IPC പ്രകാരം 3 വർഷം തടവും, 323 IPC പ്രകാരം 1 വർഷം തടവും, JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. മാക്സിമം കൊടുക്കാവുന്ന ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. പക്ഷേ ഈ പ്രതികളുടെ ജീവിത സാഹചര്യങ്ങളും ഈ ഒന്നാം എതിരെ ഒരു സ്ത്രീയും ആയതുകൊണ്ടും അവർക്ക് പിന്നീട് അവർ 5 മക്കൾ അവർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ ഒരു കോടതി പരിഗണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശം ആയതുമൊക്കെ ഒരു ലീനിയൻ വ്യൂ കോടതി എടുത്തിട്ടുണ്ടാവും. അതാണ്. ഇല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് മാക്സിമം കൊടുക്കാം. ഏകദേശം ലൈഫ് ഇംപ്രിസൺമെന്റ് അടുത്ത് ശിക്ഷ വന്നിട്ടുണ്ട്. നമ്മൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ആവശ്യപ്പെട്ടത്. തൃപ്തികരമാണ്. കേസിലെ 1ഉം 2ഉം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതെന്നും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും തലച്ചോറിനേറ്റ ക്ഷതം കുട്ടിയുടെ മാനസിക വളർച്ചയെ സാരമായി ബാധിച്ചു. ഇപ്പോൾ 17 വയസ്സുള്ള ഷെഫീഖിനെ പരിചരിക്കുന്നത് ആയ രാഗിണിയാണ്. കോടതി വിധിയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് രാഗിണി പറഞ്ഞു. സന്തോഷമാണ് സാറേ. അതായത് ഞാൻ മാത്രമല്ലല്ലോ, കേരളത്തിൻ്റെ എല്ലാ തെറ്റ് ചെയ്തവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എൻ്റെ വാവച്ചിയുടെ കൂടെ നിന്നത് കൊണ്ട്, അതായത് അവന് ഒന്നും പറയാൻ പറ്റിയില്ലേലും അവന് ന്യായം, അവന് നീതി കിട്ടി. അതിൽ സന്തോഷമുണ്ട്. സങ്കടം പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ അവനെ മുളയിലേ നുള്ളി. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ തന്നെയല്ല അവൻ എന്തോരം വളർന്നാലും അവൻ്റെ ജീവിതശൈലി ഇങ്ങനെ ആയിരിക്കുമല്ലോ. അവൻ്റെ ഒപ്പം ഞാനും അവൻ്റെ കാൽച്ചോട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ തലച്ചോട്ടിലിരുന്ന് ഈ ജന്മം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയായിരിക്കും. 2013 ജൂലൈ 15-നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കിയത്.